കേശു എന്താ അച്ഛാ? വാടാ വാടാ ചേട്ടാ വാടാ. അച്ഛാ ഇന്ന് ഉമ്മയാ സ്പെഷ്യല്? ആ യോ നിങ്ങൾ ഈ നിന്നിപ്പിൽ അങ്ങോട്ടാ പോയാ ഞാൻ ഇവിടെ കിടന്ന് വിളിയോട് വിളി. എനിക്കൊരു ഫോൺ വന്നു. ആര്? നിനക്ക് എന്തോന്ന് വേണം ഇപ്പൊ? അരി മേടിക്കണം, അരി തീർന്നായിരുന്നു. അരി മാത്രം വാങ്ങിച്ചാൽ മതിയാ? വേറെ കുറെ സാധനങ്ങൾ ഉണ്ട്, അത് പിന്നെ ഞാൻ മേടിച്ചോളാം. ഇത് മേടിച്ചോണ്ടോ? വേറെ സാധനങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ മക്കളെ, ഒരു പേനും പേപ്പർ എടുത്തുണ്ടോ? സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി എന്താ വാങ്ങണം എന്ന് വെച്ചാൽ എഴുതാൻ കൊണ്ട്. ആ അതൊക്കെ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ അരി ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നത്. കാശ് കൊണ്ട് വാങ്ങിയാ? കാശൊക്കെ ഉണ്ട്. നീ പോകണത് പേന എടുത്തുണ്ടോ? നീ ഇവിടെ പോണത് കാശ് എടുക്കണം. കാശ് ഉണ്ടെന്ന് പറഞ്ഞില്ലടി. ആവശ്യമുള്ള സാധനങ്ങളെ പേര് പറ. അരി 5 കിലോ. അരി 10 കിലോ എഴുതേ. പഞ്ചസാര 1 കിലോ. പഞ്ചസാര 2 കിലോ. മുളക് പൊടി 1 പാക്കറ്റ്. ഒരു പാക്കറ്റാ? രണ്ട് പാക്കറ്റ് എഴുതറേ. ആ മല്ലിപ്പൊടി 1 പാക്കറ്റ്. മല്ലിപ്പൊടി 2 പാക്കറ്റ് മതിയാ? 2 പാക്കറ്റ് മതിയാവോ? ആ അത് മതി. ആ എഴുത്. മഞ്ഞപ്പൊടി 100. 100 കടയിൽ 100 ചോദിച്ചാൽ നാണക്കേടല്ലേ? ഒരു 200 250. 1.5 കിലോ വെളിച്ചെണ്ണ. 1.5 കിലോ വെളിച്ചെണ്ണ? 1.5 കിലോ മതിയാ? 3 കിലോ വെളിച്ചെണ്ണ എത്ര? 3 കിലോ വെളിച്ചെണ്ണേ? പിന്നെന്ത്? ഉഴുന്നാണോ? ഉഴുന്നൊന്നും വേണ്ട. പയറ് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും വേണ്ട. ആ അരി ചാക്കാട്ട് എടുക്കായിരുന്നു, അതാണ് നല്ലത്. ഈ നാണക്കേട് 20-10 കിലോ ഒക്കെ ചെന്ന് ചോദിക്കണത്. പണ്ട് നമ്മളവിടെ ചാക്കാട്ട് ഇട്ടിരിക്കണം. ആ മതിയാ? നീ വേറെ ഒന്നും വേണ്ടല്ലേ? ആ മക്കളെ ശിവ, ആ വിഷ്ണു വിളി. എന്താണ് ഈ വായിക്കൊണ്ടിരിക്കണേ? പറ, എന്തെങ്കിലും സാധനം വേണോ? പിന്നെ എഴുതി കഴിഞ്ഞ ശേഷം അതില്ല ഇതില്ലാന്ന് പറയരുത്. അല്ല വേറെ സാധനങ്ങളൊന്നും വേണ്ട. നിങ്ങൾ അതിൽ കുറെ കാശിട്ട് ഓളുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും? അല്ല പറയാൻ പറ്റില്ല, നിങ്ങളാരും അല്ലേ, ചിലപ്പോ ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. പിന്നെ എന്റെ അമ്മായിയപ്പൻ അവിടെ പലചരക്ക് കടയിൽ. അച്ഛാ ഞാൻ ഇതിനകത്തെ 1 കവർ ബ്രെഡും 1 കവർ ജാമും പിന്നെ 1 കവർ ക്രീം ബിസ്ക്കറ്റ് എഴുതിയിട്ടുണ്ട്. നീ പറയടാ, എത്ര വേണോ? വല്ല വേണോ നിനക്ക്? ഇത്ര മതി. ഇത്ര മതിയാ? ഇവിടെ കുറെ സാധനങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പോയാലും വാങ്ങിച്ചോണ്ടാ പോ. ഇപ്പൊ തന്നെ പോണാച്ചാ? ഇല്ല പിന്നെ നാളെ പോയാ വേടാ. ഇവിടെ വാങ്ങിച്ചോണ്ടാ. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ അരിയിരുന്നു. ഞാൻ പോയിട്ട് വരാട്ടാ. എന്താ മിലിറ്ററി പോണാ? അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ, യാത്രയൊക്കെ ചോദിച്ചാ പോയിട്ട് വേണ്ട. അവിടെ അവിടെ കിടന്ന് കറയൊന്നും ചെയ്യല്ലേ, പടാ നിങ്ങൾ വന്നേക്കണം. ശരി മുതലാളി, പടാ. അമ്മേ അച്ഛൻ കാര്യമായിട്ട് 1000 നോട്ടൊക്കെ എടുത്തിട്ട് കാച്ചുന്നേ എന്താ? മക്കളെ എന്തായാലും കൈ കാശുണ്ടെങ്കിൽ 1000 നോട്ട് അച്ഛൻ എടുക്കത്തുള്ളൂ. പക്ഷെ ലിസ്റ്റ് എടുത്തില്ല. ലിസ്റ്റ് കൊണ്ടുപോയില്ലേ? അവൻ സാധനം വാങ്ങിച്ചിട്ട് വന്നില്ലേ? അവനിപ്പോ വരും. എന്താ വെച്ചാ ഇപ്പൊ അങ്ങോട്ട്? അതിനകത്തേക്ക് എന്താ വെച്ചാലോ? ഇതിനകത്തേക്ക് എന്തോന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലേ? നോക്കട്ടെ. എന്താന്ന് വെച്ചാ നീ പറഞ്ഞ? അല്ല എന്തോ വെച്ച പോലെ തോന്നി. ഞാൻ വെച്ചില്ല. ബാക്കി പൈസ എന്തേ? ഏത് ബാക്കി പൈസ? നേരത്തെ കൊടുത്തില്ലേ? 1000 രൂപ കൊടുത്തില്ലേ? ഒന്നുമില്ലാതെ 1000 രൂപ കൊടുക്കൂലല്ലോ, വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ക്യാഷ്. അയ്യോ ഇല്ല, എന്റെ ആപ്പാട് 1200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ 1000 രൂപ കൊടുത്തിട്ട് ബാക്കി 200 രൂപ മക്കളെ വിളിച്ചിട്ട് പോ. അമ്മ വിളിച്ചോണ്ട് പോ. അത് തന്നെ അമ്മ, അമ്മ അടുക്കളയിലേക്ക് പോകും. അമ്മ അടുക്കളോട്ട് ചെന്നേ, നിങ്ങൾ ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ പോവാ. ചേച്ചി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ, അച്ഛനച്ഛൻ്റെ ജോലി ചെയ്യും. തലവേന ഒരു ചായ ഇട്. രാവിലെ 2 ചായ കുടിച്ചല്ലേ, അത് മതി. എന്താ പറ്റിയ? പനിയുണ്ടോ? പനി വരുമ്പോലെ തോന്നുന്നു. വരുമ്പോലെ തോന്നണം പറഞ്ഞാൽ ഇപ്പൊ വന്നുള്ള അല്ല അർത്ഥം. നന്നായിട്ടുണ്ട് വരാം. അതെ അച്ഛാ, ചേച്ചി ഒന്ന് പോയിക്കേ. ഞാൻ അവിടെ എന്താ പ്രശ്നം? ആ പ്രശ്നമുണ്ട്. എന്റെ പൊന്നു കൊച്ചു, ഞാൻ അമ്മയടുത്തൊന്നും പറഞ്ഞു കൊടുക്കൂല. ഉറപ്പാണല്ലോ? ഞാൻ മനഃപൂർവ്വം അമ്മ പറഞ്ഞു വിട്ട അച്ഛാ. അച്ഛാ സത്യം പറ, ഈ മേശക്കകത്ത് എത്ര രൂപയുണ്ട്? 500 രൂപ. അച്ഛാ 1000 രൂപയുടെ സത്യം. അച്ഛൻ സത്യം ഒന്നും പറയണ്ട, അച്ഛന്റെ സത്യം ഞങ്ങൾക്ക് അറിയാലോ. അച്ഛാ ആ മുടിയും ചേട്ടൻ പോയപ്പോ 2 ഐസ്ക്രീം കൂടെ മേടിച്ചോണ്ട് വരാൻ പറയണ്ടായിരുന്നു. നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞാ എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ വേണ്ടി. അപ്പൊ നീ പറഞ്ഞില്ലല്ലേ എനിക്ക് ഐസ്ക്രീം വേണോ? കിട്ടിയാ കൊള്ളാം. മേടിക്കുമ്പോ 2 വീതം വെച്ച് മേടിക്കണം. എനിക്ക് ഒന്നല്ലെങ്കിൽ പിസ്ത അല്ലെങ്കിൽ ചോക്ലേറ്റ്. എനിക്ക് വാനില അല്ലെങ്കിൽ സ്ട്രോബെറി. എനിക്ക് വേറെന്ന് പറഞ്ഞോളാം, ഞാൻ വാങ്ങിച്ചോണ്ട് വരും, കഴിച്ചോളാം. ഒരു കാര്യം ചെയ്യാം, മുടിയെന്നെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ അച്ഛൻ തന്നെ പോയിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വന്നേക്കണേ, എനിക്ക് ഇനി ഐസ്ക്രീം കിട്ടാൻ സമാധാനമില്ല. ശരി.
പക്ഷെ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടാ. അച്ഛാ അമ്മ അടുത്ത് പറയല്ലേ? എന്തിന് വേണ്ടല്ലേ? പറയണോ? എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട വേണ്ട വേണ്ട. ആ അച്ഛാ ഞാൻ പോയിട്ട് വാ. പെട്ടെന്ന് വരണേ. ഓ ബൈ ബൈ. അച്ഛൻ ഇത് ഭയങ്കരമായിട്ട് തുള്ളിത്തുള്ളി നിൽക്കുന്നുണ്ടല്ലോടി. നീ പഠിക്കുന്നില്ല? പഠിക്കുന്നില്ലേ? ഞാൻ ഐസ്ക്രീമിന്റെ കാര്യം ഓർത്തോണ്ടിരിക്കും. നീ ഇന്നാ എക്സാമിന് മാർക്കൊന്നും വാങ്ങില്ല കേട്ടാ. എന്താണ് നോക്കി കളിച്ചോണ്ടിരിക്കുന്നത്? എന്തെനിക്ക് ഇരിക്കാൻ പാടില്ല. അല്ല ഇരുന്നോ. ആ സ്ക്രൂ ഡ്രൈവറിനെ പോലെ തന്നെ ഇരിക്കുന്നു ചേച്ചി. അതല്ലേ ഇത്. അത് തന്നെ. അമ്മ അമ്മ എന്തെടുക്ക? കണ്ടറിയൂടെ എന്തെടുക്കാന്ന്? ചിപ്സ് എടുക്ക. എന്താ വേണ്ടേ? എന്തിനാ ഓർക്കണേ? ചുമ്മാ കളയാനെടുത്ത് 2 കായിരുന്നു അതെടുത്ത് വറുത്ത് തരാന്ന് വെച്ചപ്പോഴത്തേക്കും വരിക. അതെ അമ്മ അല്ല അച്ഛനെ ജംഗ്ഷനിൽ പോയിക്കോട്ടാ. എന്തിനാണ്? അമ്മ അച്ഛനെന്തോ സാധനം മേടിക്കാനുണ്ട്. എന്റെ കൂട്ടത്തിൽ ഐസ്ക്രീം മേടിക്കുന്നുണ്ട്. എടാ കള്ളാ, നീ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അച്ഛനെ കുത്തികളൊക്കെ വിട്ടതല്ലേ? ഓഹോ, അച്ഛൻ എവിടെ പോയാലും കേശ് ഉടക്കി വിട്ടോന്ന് പറയണം. അല്ലെങ്കിൽ ഈ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പാടില്ല. വണ്ണം വെക്കൂടാ. കണ്ട ഞാൻ എന്റെ ബോഡിയൊക്കെ എത്ര കഷ്ടപ്പെട്ട മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പിന്നെ നിന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാ? ഓഹോ, അപ്പൊ അമ്മ എല്ലാ കാര്യം കൂടെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ? പിന്നെ അല്ലാണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചേച്ചിയും കൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ഈ ചേച്ചിക്ക് ഫുഡ് കൊടുക്കുന്നില്ലേ, ഡ്രസ്സ് കൊടുക്കുന്നില്ലേ? എടാ നിങ്ങത്തെ സത്യം ഒന്നും വിളിച്ചു പറയില്ലേടാ, അവസാനം നിനക്ക് ദോഷവും. ഇപ്പൊ എല്ലാം കൂടി എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയാ? അമ്മ തമ്പുരാട്ടി ഒന്ന് മുഖം കാണിക്കാന്ന് വിചാരിച്ച്. നിനക്ക് എന്നെ ഇത് വാങ്ങോട്ടെ ശിവ. അതെ, ഒരു കൊച്ചുകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ സഹിക്കുന്നുണ്ട്. ഇനി എന്നെ തല്ലി കൊല്ലില്ല അമ്മ, ചത്തു ഞാൻ. മിക്കവാറും നീ എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു സമ്മാനം മേടിക്കും. അമ്മ അതിങ്ങനെ വെച്ച് നീട്ടിപ്പിക്കണ്ട. കൊടുക്കാനുള്ളതൊക്കെ അപ്പൊ തന്നെ കൊടുക്കാം. നിനക്കും തന്നേക്കാം. കേശുവേ, നിന്റെ അച്ഛനെ എന്തോ ഒരു കോൾ ഒത്തിട്ടുണ്ടല്ലോ. ആ അത് ശരിയാ. അല്ലാതെ അച്ഛനെ കളിക്ക് തീരെ നിക്കത്തില്ല. എന്തൊരു വെയിറ്റ് സാധനങ്ങൾക്ക്. ഞാൻ പുറത്തുനിന്ന് എത്ര വർഷം ഹോൺ അടിച്ചെന്നറിയോ? എന്തൊരു ഹോൺ അടിച്ചത്? ഇത് കൊണ്ടുവരാനാ? ആ കൂടി 10 കിലോ അരിയുണ്ട്, 2 പാക്കറ്റ് മുളക് പൊടി, 2 പാക്കറ്റ് മല്ലിപ്പൊടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങള്. അതിനാണ് തൂക്കിക്കൊണ്ടുവരാനായിട്ട് സഹായം വേണ്ടേ? കഷ്ടം. എടാ എനിക്ക് ഈ ചാക്കിന്റെ വലിപ്പത്തിൽ നിന്ന് തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം വെട്ടി വിഴുങ്ങൂല. എടാ വിഷ്ണു, അച്ഛനെ കണ്ടായിരുന്നോ ജംഗ്ഷനില്? ആ ഞാൻ പറഞ്ഞോടിക്കാണ്ടല്ലോ. അച്ഛൻ എന്തോ സാധനങ്ങൾ എന്തൊക്കെ മേടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ കൂടെ പോരണോ ചോദിച്ചപ്പോ വരണ അത്ര. അച്ഛൻ ഓട്ടോ പിടിച്ച് വന്നോളൂ. അച്ഛന് കാര്യമായിട്ട് എന്തൊക്കെയോ കോൾ ഒത്തിട്ടുണ്ട്. അല്ല സാധനം മേടിച്ചതിന്റെ ബാക്കി എന്നിട്ട് പോകും. ബാലൻസാ? ബാലൻസ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. പോടാൻ കൊടുത്താ മതി. വാടി. ഐസ്ക്രീം വാങ്ങി മൊത്തത്തിൽ എടുത്ത് കയറ്റി കളയാ, പിള്ളേരെ കൂടെ കൊടുക്കണം. വിഷ്ണു വിഷ്ണു വാടാ. എത്തിയാ? വേണ്ട മീന് പച്ചക്കറി. മീനും മേടിച്ചാ? ഒരു ഐസ്ക്രീം അമ്മയ്ക്ക് കൊടുറാ. ഒന്ന് എനിക്കാം. എനിക്കാടാ. ഒന്ന് അമ്മയ്ക്ക് കൊടുറാ. എനിക്ക് തൊണ്ട വരാം, മക്കളെ നീ എടുത്തോ. എന്താ വാലു ഇത്? പിള്ളേരെ കണ്ടിട്ട് കാണണേ. അവന് നല്ല ഐസ്ക്രീം ഇഷ്ടം അല്ലടാ. മുടിയോട് വെച്ചേക്കണം, എടുത്ത് മൊത്തത്തിൽ കാര്യങ്ങളല്ലേ തിന്ന് തീരുന്നിടം വരെ നോക്കാം. അതിനുള്ളിൽ വന്നില്ലെങ്കില് ഐസ്ക്രീം മക്കളെ ഐസ്ക്രീം. എനിക്ക് ചോക്ലേറ്റ്. എന്താ ഇത്? എന്തോന്ന് ഇത്? ഐസ്ക്രീം അല്ല, ഇതിനൊക്കെ കാശ് എവിടുന്ന? കാശടി നമുക്കില്ല, പണം പപ്പനാവേണ്ടത് നമ്മുടെയാണോ കാശ്? സാധനം വാങ്ങിച്ച ബാക്കി പൈസ എവിടെ? പൈസ എവിടെ? 100 രൂപ വേണോ? പച്ചോ പെട്രോൾ അടിച്ചോ. താങ്ക് യു. അച്ഛാ എനിക്കൊരു 200 രൂപ. എന്തിന്? കോസ്മെറ്റിക്സ് വാങ്ങാനായിരിക്കും. കോസ്മെറ്റിക്സ്
എത്ര രൂപ കയ്യിൽ? എത്ര ഉണ്ട് ശരിക്കും കയ്യിൽ? 3000 രൂപ ഉണ്ട്. 2000 ചിലവായി. 2000 രൂപ വേണം. 3000 രൂപ എവിടുന്ന? രാവിലെ ഒരു മാലാക വിളിച്ചുണർത്തി തന്നു. മാലാക ആരെങ്കിലും എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ തന്നതായിരിക്കും. അതെടുത്ത് ഇങ്ങനെ ചെലവാക്കിക്കോ. അവസാനം മാലാകമാരെല്ലാവരും കൂടെ വന്ന് തെറാപ്പിഷൻ നടത്തിക്കോളും. എടി ഇത് കമ്മീഷൻ കിട്ടിയത്. എന്തിന്റെ കമ്മീഷൻ? അത് ഒരു നവാസിന്റെ കേറഫിൽ ഒരു കാർ വിറ്റ്. അപ്പോൾ അതിന് കമ്മീഷൻ കിട്ടി. ശരിക്കും പറഞ്ഞാൽ കമ്മീഷൻ കിട്ടിയതല്ല, കട്ടിയല്ല. അപ്പൊ 3000 രൂപ മാത്രമല്ലല്ലോ കിട്ടിയിട്ടില്ല. ഇല്ല, 30,000 കിട്ടിയടാ എനിക്ക്. ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്ക്, എന്തെങ്കിലും കാര്യത്തിന് എടുക്കാല. ബാക്കി ഞാൻ തരാം. ബാക്കിയുള്ളൂ. ഓ, നമ്മളിലുണ്ടെങ്കിൽ എല്ലാവരും കൊത്തിപ്പറിക്കൊണ്ട് പോകും. നമുക്ക് മാത്രം ആരും ഒന്നും തരൂല. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയാം. അച്ഛൻ ഇപ്പൊ കനിയും. ചേച്ചിക്ക് 200 രൂപ കിട്ടിയിട്ടുണ്ട്. ചേച്ചി മിണ്ടായി. എനിക്ക് എന്റെ സൈക്കിൾ ഒന്ന് റെഡിയാക്കണം. അതെ, എന്റെ ബ്രേക്കും ആകെ എല്ലാം പോയി കിടക്കുക. എനിക്ക് എന്റെ വണ്ടിയും ശരിയാക്കണം. വാടാ. ബ്രേക്ക് എന്തെങ്കിലും ശരിയാക്കിട്ടാ. പോടി. അച്ഛാ, അച്ഛന് ഭയങ്കര സന്തോഷത്താണല്ലോ. എന്താ അച്ഛാ, എന്റെ സൈക്കിൾ ഒന്ന് ശരിയാക്കണം. അതിന്റെ ചെയിൻ പടപടാന്നങ്ങ് പോവും. ബ്രേക്ക് പിന്നെ തീരെ ഇല്ല. പിടിച്ചാ കിട്ടത്തില്ല, താഴെ. ഞാൻ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാലമായി. എടാ, പൈസ കൊടുത്ത് വാങ്ങിക്കണം മോല് പുറത്ത് കിടന്ന് നശിക്കണം കാണുമ്പോൾ അച്ഛന് വിഷമമുണ്ട്. അത് ശരിയാക്കി എടുക്കണം. എത്ര രൂപ ആവും? ചേട്ടാ, എത്ര രൂപയാവും? അതൊരു 500-നകത്തെങ്കിലും ആവില്ലടാ. 500 ആവും. 500 ആവും. ബ്രേക്ക് ചെയിന് എല്ലാം കൂടെ 500-എങ്കിലും ആവും. പിന്നെ നന്നായി കൊണ്ടുവന്നാ പിന്നെ അടുത്ത് മഴയത്ത് വെയിലത്തൊന്നും എടുത്തിട്ടല്ലേ കേടാ. ഇതാ 500 രൂപ. താങ്ക്സ് അച്ഛാ. ആ, താങ്ക്സ്. വാങ്ങിച്ചു ചേട്ടാ. ചേട്ടന്റെ വണ്ടിയുടെ കാര്യം കൂടെ പറ. വണ്ടിക്ക് പറ്റി? അല്ല, അതിനും ബ്രേക്ക് കംപ്ലൈന്റാ. പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് കയറ്റി പണി ശരിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മൊത്തത്തിൽ സർവീസ് ചെയ്തായിരുന്നെങ്കിൽ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന വേറെ കൂട്ടുകാരൊക്കെ കൊടുക്കണോ വണ്ടിക്ക്? ഇല്ല ഇല്ല ഇല്ല. എത്ര രൂപ ആവും? അതിപ്പോ എത്രയാ? 1000 ബ്രേക്കും 1000 ആവും. ഓയിൽ ചേഞ്ച് ചെയ്യണം അല്ലേ? 1000 രൂപ ആവും. 1000 ആവും. താങ്ക് യു അച്ഛാ. ചേട്ടാ, എന്നാ നിങ്ങൾ പെട്ടെന്ന് പോയിക്കോ. ശരി എന്നാ. അല്ല, എന്തായാലും നവാസങ്ങളുടെ ഇടപാടിന്ന് അച്ഛൻ 1000 ഒന്നും അല്ല കിട്ടണ്ട. എത്ര കിട്ടി അച്ഛാ പറഞ്ഞേ? അച്ഛാ, സത്യം പറ, എത്ര കിട്ടി? എത്ര? 5000. അച്ഛാ, സത്യമാണോ? 5000 കിട്ടിയുള്ളൂ. 5000. സത്യം 5000 കിട്ടിയുള്ളൂ. ഉറപ്പ്? ഉറപ്പ്. ശരി, അപ്പൊ ഞങ്ങള് പോണ്. അല്ല, ഞാൻ വരാം. വരണ അച്ഛൻ വരണോ? അപ്പൊ അച്ഛൻ സൈക്കിൾ ഓടിച്ചു പോവാ, ഞങ്ങള് ബൈക്ക് വരാം. അച്ഛൻ അങ്ങനെ സൈക്കിൾ ഓട്ടിച്ച് പാണ്ട. ഞാൻ സ്കൂട്ടറിൽ വരാം, നീ സൈക്കിളിൽ വന്നാൽ മതി. ശരി. അച്ഛാ, അമ്മ അടുത്ത് പറയണല്ലേ? എന്തിന്? ശരിട്ടാ. എനിക്ക് 500 ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ? കൊതിച്ചു പാറു, കഷ്ടം. കൊതിയൊന്നും ഉണ്ടായിട്ടല്ല, ആവശ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുറച്ച് ചാന്ത് വാങ്ങിക്കണം, കൺമഷി വാങ്ങിക്കണം, കുറച്ച് ക്ലിപ്പ് വാങ്ങിക്കണം. ഇതിൽ എത്ര വലിയ അത്യാവശ്യം? പോ ചേച്ചി. ചേച്ചി കീറുന്നുണ്ടല്ലോ. തിരിച്ചു കയറുന്നുണ്ടല്ല. അമ്മയുടെ പറഞ്ഞു കൊടുക്കുന്നേ. നീ പോയി പറ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നേ. എന്തായാലും പോണ വഴിക്ക് യേശുവിന് അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും കഴിക്കാൻ. അത് ഉറപ്പല്ലേ? കൂടെ പോണ്ടായിരുന്നുല്ലേ? അത് നടക്കില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറയാഞ്ഞേ. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. 5 പൈസ എൻ്റെ കയ്യിൽ തന്നില്ല അന്നേ. എങ്ങനെ തരും അമ്മേ? ഇപ്പൊ 5 പൈസ ഇറക്കണില്ല, അമ്മ അറിഞ്ഞില്ല. കൊച്ചെ, ഞാൻ നിന്നെ തല്ലിക്കൊല്ലോ കേട്ടാ. ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കോളാമേ. എന്നാ വായും വെച്ച് മിണ്ടാതിരിക്കും. ആ, ദേവര് വരണ. അമ്മേ, കയ്യിൽ കുറെ കവറൊക്കെ ഉണ്ടല്ലോ. അമ്മ, എല്ലാവർക്കും പുതിയ ഡ്രസ് എടുത്ത്. ഡ്രസ്സാ? എടി, വിളപ്പാളപ്പെടാതെ. വണ്ടി സൈക്കിളൊക്കെ എന്തേ? വണ്ടി നന്നാക്കാൻ കൊടുത്ത് നാളെ കിട്ടും. ബാലി, എന്തോന്നിത്? ഇതെന്തോ നന്നാ. എടി, ജംഗ്ഷനിൽ പോയപ്പോ കുറെ ബനിയും തൂക്കിട്ടൊക്കെ ഉണ്ട് കടയിൽ. അല്ലടാ, ബനിയല്ലേ? ടീഷർട്ട്. ആ, ടീഷർട്ട്. അവിടെ തന്നെ യവന് വേണം. യവനൊന്ന് വാങ്ങിച്ചു കൊടുത്തു. എത്ര രൂപ? 300. 350 ആയി. അപ്പൊ യവനും വേണം. യവനും വാങ്ങിച്ചു കൊടുത്തു. 500. അപ്പൊ ഇവർക്ക് 2 രൂപ വാങ്ങിക്കുമ്പോൾ ഇവർക്ക് വാങ്ങിക്കാൻ വരാൻ പറ്റുമോ? അവളെന്നെ വീട്ടിൽ കയറ്റുമോ? ഇവർക്ക് വാങ്ങിച്ചു വന്നു.
ലച്ചുവിന് ഒരു 1000-ന്റെ ഒരു ചുരിദാർ. എവൾക്ക് എത്ര രൂപ? 800. ഫ്രോക്ക്. പിന്നെ നിനക്ക് വാങ്ങിച്ചു 1000 രൂപയുടെ സാരി വാങ്ങിച്ചു. അപ്പടി എന്തിനാന്ന് ഇപ്പൊ ഡ്രസ്സ് എടുത്ത്? ഇപ്പൊ ഓണത്തിന് ഡ്രസ്സ് എടുത്തല്ലേ ഉള്ളൂ, വെറുതെ കാശ് കളയണ. എടി എന്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചൂടെ എനിക്ക്? ശരിക്കും നിങ്ങക്ക് എത്ര രൂപ കിട്ടിയത് കമ്മീഷൻ? 8000 രൂപ കിട്ടി. അത് മൊത്തം തീർന്നു കിട്ടി. മൊത്തം തീർന്നില്ല, ബാക്കി 500 ഉണ്ടായിരുന്നു. ഒയ്യോ, റോട്ടിൽ ചെന്ന് മുടിഞ്ഞ വശം ചെറുക്കനെ. അത് പിന്നെ പുറത്തിറങ്ങിയുള്ളതാണല്ലോ. അച്ഛൻ എന്നെ ഏതെങ്കിലും കട കേട്ട അച്ഛൻ ഈ ചായ വടയെ മാത്രമേ മതി എന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരു കട കയറ്റി. അവിടെ ചെന്നപ്പോൾ കണ്ണുകളി എല്ലാം കണ്ണാടി പെട്ടിക്ക് നോക്കിയിട്ട് അവസരം എന്താ ബറോട്ടയും ചിക്കൻ 65 വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവിടെ തന്നെ അവന് വിശക്കുന്നു, അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇവർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കും, ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ല. അച്ഛാ ഇവർക്ക് മേടിച്ചു കൊടുത്തല്ല, ഞങ്ങൾക്ക് വേണം പൊറോട്ടയും ചിക്കനും. ഇപ്പോഴാണ് ഈ സെക്കൻഡ് തന്നെ വേണം. വൈകുന്നേരം ആവട്ടെ, നിനക്ക് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു തരാം. അതിന് കാശുണ്ടോ ഇനി ബാലൻസ്? കാശ് ഒരു 10 ഇല്ല അല്ലേ? അല്ലേ പൈസയൊക്കെ ആര് കണ്ടടി? പണം എന്ന് പറഞ്ഞാൽ പോവാൻ പാ. ബിരിയാണി വാങ്ങിച്ചു തരാടേ. ഓ നടക്ക്. ഫ്രാക്കിന് എത്ര രൂപ? 800. നീ നേരത്തെ അറിഞ്ഞ 600 എന്നല്ലേ പറഞ്ഞു? 800 വെച്ചാ ഇതാണോ? എന്തേ? ഒന്നുമില്ല. ചായ എടുക്കട്ടെ? വേണ്ട. എന്തുറ്റി? പുറത്ത് പോയിട്ട് വരാണ്. എടാ ഞാനും വേണ്ട. പെട്ടെന്നോ? അതെ, ഒരു 100 ഉണ്ട്. 100 രൂപ? നിങ്ങൾ ഈ കാശൊന്നും ഇല്ലേ? കാശൊക്കെ തീർന്നു. ഇന്നലെ ബിരിയാണി വാങ്ങിച്ചപ്പോഴേ 800 തീർന്നു. ബാക്കിയുള്ളതാണ്ട് 20 രൂപ. പൈസ ഉണ്ടെങ്കിൽ എടുക്കും. 100 എടുക്കും. ബാലു, സത്യം പറ, ഇന്നലെ നിങ്ങളിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 10,000 രൂപ ഉണ്ടായിരുന്നു. ഈശ്വര, 10,000 രൂപ ഉണ്ടായിട്ടാണ് ഇപ്പൊ 20 രൂപ? ഇതാണ് നിങ്ങളെ കയ്യിൽ കാശ് നിൽക്കാത്ത. ബാലു, കാശെന്ന് വെച്ചാൽ ലക്ഷ്മിയാണ്. നമ്മളെ കയ്യിൽ കാശ് വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ബഹുമാനിക്കണം കാശിനെ. എന്നാൽ മാത്രമേ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. അതെ, ഇനിയെങ്കിലും ഇത് ഓർത്ത് വെക്കണേ. നഷ്ടപ്പെട്ടിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് കാശ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് എവിടെ ചിലവാക്കി. ഞാൻ അല്ലാതെ പിന്നെ ആയിരിക്കണം പിള്ളേർക്ക് ചിലവാക്കാൻ? പിന്നെ വല്ലപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കാശ് കിട്ടണം. എനിക്കും ആഗ്രഹമില്ല എൻ്റെ പിള്ളേർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കണം. പൈസ കണ്ടപ്പോൾ ഒരാവശ്യം തോന്നി. പക്ഷെ അവരെ മുഖത്തുള്ള സന്തോഷം കണ്ട ഇല്ലടാ. പണം ആര് കണ്ട്? പണം പപ്പരാവന് അല്ലാതെ. ഇതെന്തോന്ന്? എന്തടാ മൊട്ടത്തന്നെ എന്താ പറയണേ? കാണുന്നത്